ലത ചേച്ചിയോ? അല്ല ജലജ, നിന്നെ കാണുന്നേ ഇല്ലല്ലോ. ഇപ്പൊ ഈ വഴിയൊന്നും വരാറില്ലേ? ഭഗവതി കഴിഞ്ഞിട്ടല്ലേ നമുക്കൊക്കെ എന്തുള്ളൂ. പിന്നെ വർഷയ്ക്ക് ഇപ്പൊ ഒരുപാട് പഠിക്കാനുണ്ട്. +1 അല്ലേ? വർഷയ്ക്ക് 10ല് ഫുൾ A+ ആണല്ലേ? ആ, നമ്മുടെ പുഷ്കറിന്റെ ട്യൂഷൻ സെന്ററിലല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? അത് പിന്നെ ഒരു കോൺഫിഡൻസിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞു വിട്ടതാ. ഇപ്പൊ തന്നെ +1 അഡ്മിഷന് വേണ്ടി അവർ ഇങ്ങോട്ട് വിളിച്ചിട്ടല്ലേ വാങ്ങിച്ചത്. പഠിച്ചു വലിയ ഡോക്ടറല്ലേ ആവുമായിരിക്കും അല്ലേ? ഏയ് അവക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അവൾക്ക് സയന്റിസ്റ്റ് ആവാനാണ് ഇഷ്ടം. ഈ റോക്കറ്റ് ഒക്കെ വിടുന്നേ നമ്മുടെ പ്രസിഡന്റ് കലാമിനെ പോലെ. പുഷ്കർ സാറ് പറയുന്നത് അവൾക്ക് പ്രസിഡന്റ് ആവാനുള്ള ബുദ്ധി ഉണ്ടെന്നാ. ഈ പുഷ്കർ സാറുണ്ടല്ലോ നിറയടക്കാറ്. എന്നാ പിന്നെ ശരി ചേച്ചി, ബാക്കി അയൽക്കൂട്ടത്തിന് കാണപ്പെടുന്ന പറയാം. നട അടച്ചോ ആവോ? നീ ഒന്ന് വായടച്ചാ നടയടക്കുന്ന സംസാരിക്കാൻ സമ്മതിക്കില്ല. എന്ത് സ്വഭാവം. ഹാ, രാവിലെ തന്നെ തുടങ്ങി. വർഷേ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു ദിവസം ഞാൻ ഇതെല്ലാം കൂടി എടുത്തിട്ട് കിണറ്റി കളയും. പഠിക്കേണ്ട സമയത്ത് അവളുടെ ഒരു പിന്നെ നീ കണ്ടോ അവളുടെ ഒരു മീൻ വളർത്തൽ. എടീ, കുട്ടികളാകുമ്പോ ഇതിനോടൊപ്പം ക്രേസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ വേണ്ട പ്രോത്സാഹിപ്പിക്കാം. 24 മണിക്കൂർ പുസ്തകത്തിന് മുന്നിരുന്ന അമ്മ ഹാപ്പിയാണ് അച്ഛാ. മോളെ, നീ വലിയ ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നൊക്കെയാ നിന്റെ അമ്മ നാട്ടുകാരോട് തള്ളിവിടുന്നത്. എന്റെ അമ്മേ. ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞതാ കുറ്റം. ഓ, നാട്ടിലില്ലാത്തൊരു അച്ഛനും മോളും. മോളെ, ടൗണില് കുറച്ച് വെറൈറ്റി ഫിഷസ് വന്നിട്ടുണ്ടെന്ന് നമ്മുടെ സണ്ണി വിളിച്ചു പറഞ്ഞു. അത് ഞാൻ പോയി വാങ്ങിക്കണോ അതോ നീ പോയി സെലക്ട് ചെയ്യുന്നോ? വേണ്ട അച്ഛാ, ഒരു സാറ്റർഡേ സൺഡേ നോക്കി ഞാൻ പോയി വാങ്ങിച്ചോളാം. ആ, എന്നാ പിന്നെ അതാണ്. പിന്നെ ഞാൻ പോണതേ അമ്മ അറിയണ്ട. അറിഞ്ഞ സ്വഭാവം അറിയാലോ. അയ്യോ, ഇതുവല്ലോ അറിഞ്ഞാ പിന്നെ തുള്ളാനത് മതി.